ഈ തങ്കമല കോറി എന്ന് പറയുന്നത് എറണാകുളത്തുള്ള ഒരു ഐസക് എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. അത് പിന്നീട് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ തങ്കമല നിയമവിരുദ്ധമായി വഗാഡ് കമ്പനി ഏറ്റെടുക്കുകയും അത് ഏറ്റെടുത്തതിൻ്റെ ഒരു രേഖയും നിലവിൽ ഈ സമയം വരെ ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ കീഴിലും ഇല്ല. പക്ഷേ കോറി നൂറുകണക്കിന് കുടുംബങ്ങളെ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ, ബുദ്ധിമുട്ടുന്ന രീതിയിലുള്ള സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. തുറയൂർ പഞ്ചായത്തിലെയും കീഴൂർ പഞ്ചായത്തിലെയും സെക്രട്ടറിമാർ നിരന്തരം കോഴിക്കോട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, മറ്റു വകുപ്പുകൾ ഇവിടെയൊക്കെ പരാതി കൊടുത്തിട്ടും ഇത് ഒരു തരത്തിലും കോറിയുടെ പ്രവർത്തനം നിർത്തുന്നില്ല എന്ന് മാത്രമല്ല, കരിങ്കല്ല് കോറി നിരന്തരം ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇത് ഒരു വലിയ അഴിമതിക്കുള്ള ഒരു കളമായി ഈ തങ്കമല മാറിക്കൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ കോറി ഉൽപ്പന്നങ്ങളാണ് ഈ 3 വർഷത്തിനിടയിൽ വഗാഡ് കമ്പനി എല്ലാ മാനദണ്ഡങ്ങളും, സാധാരണ കോറി പ്രവർത്തിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡമുണ്ട്, ഇങ്ങനെയേ പൊട്ടിക്കാൻ പാടുള്ളൂ എന്നുള്ളത്. അതൊക്കെ അട്ടിമറിച്ചുകൊണ്ട് സാധാരണ ഒരു കിണർ കുഴിക്കുന്ന ലാഘവത്തോടു കൂടി അത് കുഴിച്ച് വല്ലാത്തൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് അവിടുത്തെ കോറിയുടെ പ്രവർത്തനം നിരന്തരം മുന്നോട്ട് പോവുകയാണ്. ആ സമയത്താണ് UDFന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന രീതിയിൽ ആ പ്രദേശം സന്ദർശിക്കുകയും സന്ദർശിച്ചതിനു ശേഷം 30/7/2024 ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കത്ത് എഴുതുകയുണ്ടായി. ആ കത്ത് എഴുതിയതിനു ശേഷം ബഹുമാനപ്പെട്ട MLA, ഇപ്പോഴത്തെ LDFന്റെ സംസ്ഥാന കൺവീനർ ആ പ്രദേശം സന്ദർശിക്കുകയും പിന്നീട് നമ്മൾ കണ്ടത് CPMന്റെ ഒരു സമര നാടകമാണ്. ആ സമര നാടകത്തിൽ അതിന് മധ്യസ്ഥം വഹിക്കുന്നത് കോഴിക്കോട് ജില്ലാ കളക്ടറാണ്. അതോടൊപ്പം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഉദ്യോഗസ്ഥ തലത്തിലുള്ളതാണ്. ഈ 3 വർഷക്കാലവും കോടിക്കണക്കിന് രൂപയുടെ മെറ്റീരിയൽസ് അവിടുന്ന് കടത്തിക്കൊണ്ടുപോകാനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത അതേ ഭരണകൂടം തന്നെ പിന്നീട് അവിടെ അത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ച് ഒരുപാട് കത്തുകൾ എൻ്റെ കയ്യിൽ തുറയൂർ പഞ്ചായത്തിൽ നിന്ന് സെക്രട്ടറി ഉൾപ്പെടെ, കീഴൂർ പഞ്ചായത്തിലെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ കത്തെഴുതിയിട്ടുണ്ട്. 2023 കത്തെഴുതിയിട്ടുണ്ട്, 2022 കത്തെഴുതിയിട്ടുണ്ട്, 2021 കത്തെഴുതിയിട്ടുണ്ട്. ഈ കോറിയുടെ പ്രവർത്തനം ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. 41ഓളം നിയമലംഘനങ്ങളാണ് ഈ റിപ്പോർട്ട് പ്രകാരം ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ആ 41ഓളം നിയമലംഘനം നടത്തിയ കോറിക്ക് അനുമതി കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കളക്ടർക്ക് കത്തെഴുതിയിട്ടും കളക്ടർ ആ ഭാഗത്ത് തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല. CPMന്റെ സമരത്തിൻ്റെ ഭാഗമായി കളക്ടർ അവിടത്തേക്ക് വരികയും അവിടെ അതിനു മുമ്പ് കത്ത് കൊടുത്ത ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ UDFന്റെ ജനപ്രതികൾ ഉൾപ്പെടെ ആളുകളെ അറിയിക്കാതെയാണ് അദ്ദേഹം അവിടെ കടന്നു വരാൻ ശ്രമിച്ചത്. അറിഞ്ഞ സമയത്ത് ഞങ്ങൾ അവിടെ പോയപ്പോൾ ഒരു കാരണവശാലും ഇവിടെ UDFന്റെ മെമ്പർമാർ കടക്കാൻ പാടില്ല എന്ന നിലപാടാണ് CPM നേതൃത്വം തീരുമാനിച്ചത്. പക്ഷെ അതൊക്കെ ഞങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് സന്ദർശിക്കുകയും അവിടെ കളക്ടറെ കൊണ്ട് നാടകം കളിപ്പിക്കാനായിരുന്നു CPM ശ്രമിച്ചത്. പക്ഷെ കളക്ടർ അവിടെ നിന്ന് വെച്ച് പ്രഖ്യാപിക്കുകയാണ് ഒരു കാരണവശാലും കോറി അടക്കാൻ പറ്റില്ല.
ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത് 41 നിയമലംഘനങ്ങൾ സർക്കാരിൻ്റെ ഏജൻസി കണ്ടുപിടിച്ച ഈ ക്വാറിയുടെ പ്രവർത്തനം എന്തുകൊണ്ട് ഇതിൻ്റെയൊക്കെ പരിസ്ഥിതി ആഘാത പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും എൻവയോൺമെൻറ്റിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇതിൻ്റെയൊക്കെ കമ്മിറ്റിയുടെ ചെയർമാൻ ജില്ലാ കളക്ടറാണ്. ഈ കളക്ടർക്ക് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ ചുമതലയുമുണ്ട്. ഇത്രയും വലിയ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഈ ക്വാറിക്കെതിരെ ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാൻ അദ്ദേഹത്തിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അദ്ദേഹം ആരെയാണ് ഭയപ്പെടുന്നത്? അദ്ദേഹം ഭയപ്പെടുന്നത് സംസ്ഥാന LDFിൻ്റെ സെക്രട്ടറിയും കൺവീനറും ഇപ്പോഴത്തെ പേരാമ്പ്ര MLAയുമായ TP രാമകൃഷ്ണനെയാണോ? അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നമ്മുടെ ജില്ലക്കാരനാണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ള CPM നേതൃത്വത്തെയാണോ അദ്ദേഹം ഭയപ്പെടുന്നത്? എന്ത് ഡീലാണ് ഈ വകാട് കമ്പനിയും കളക്ടറും തമ്മിലുള്ള ഡീല് എന്ന് ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട്. ഇത് സൂചിപ്പിക്കാനുള്ള കാരണം ഞാൻ ഈ റിപ്പോർട്ട് എനിക്ക് തരുന്നതിന് ഒരു പ്രയാസവുമില്ല. മറ്റുള്ള റിപ്പോർട്ടൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ട്. ഇതിൽ 41ഓളം നിയമലംഘനം നടത്തിയിട്ടുണ്ട്. ഇതിന് ഒരു പ്ലാനില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിസ്ഥിതി ആഘാത പഠനം നടത്തിയ ഒരു റിപ്പോർട്ടുമില്ല. 3 മാസം കൂടുമ്പോൾ പരിസ്ഥിതി ആഘാത പഠനം നടത്തണമെന്നുണ്ട്. ഈ 3 വർഷക്കാലം അങ്ങനത്തെ ഒരു പഠനം നടത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ അവിടെ 100 കണക്കിന് കുടുംബങ്ങളുടെ വീട് വിള്ളൽ വീണിട്ട് നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവിടെ ഒരു മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണ്ണ് നിരത്തിയതിൻ്റെ പേരിൽ കോഴിക്കോട് ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ലക്ഷങ്ങളാണ് പിഴയിട്ടത്. JCB ഉൾപ്പെടെ. അതോടൊപ്പം തന്നെ മറ്റുള്ള അവിടെയുള്ള അതൊക്കെ ഈ പരിസ്ഥിതി ആഘാതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഈ കുരുക്കിലേക്ക് കുരുക്കുകയും അങ്ങനെ ഫൈന് വാങ്ങുന്ന ഒരു ഭരണകൂടം ഇവിടെയുള്ള സമയത്താണ് ഇത്രയും വലിയ കോടിക്കണക്കിന് രൂപയുടെ മെറ്റീരിയൽസ് കുഴിച്ചെടുക്കുകയും അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ അവിടെ മെറ്റീരിയൽസ് ഉണ്ട്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് കളക്ടർ മീറ്റിംഗ് വിളിച്ചു. CPM നേതാക്കന്മാരെ മാത്രമാണ് വിളിച്ചത്. ആ സമയത്ത് കളക്ടർ പറഞ്ഞു, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പരിഹരിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ അവിടെ ക്രഷർ തുടങ്ങൂ എന്നുള്ളത്. എൻ്റെ അടുത്ത് ഇന്നലെ വൈകുന്നേരം അവിടെ പോയതിൻ്റെ വീഡിയോ ഉണ്ട്. ഞാൻ അവിടെ പോകുമ്പോൾ അവിടെ ക്രഷർ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ കളക്ടറുടെ ഒത്താശയോടുകൂടിയാണ് ഈ പറയുന്ന ക്വാറി പ്രവർത്തിക്കുന്നത്. CPM നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടിയാണ് ഈ ക്വാറി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇതിലുള്ള ലാഭം എന്താണ് എന്ന് CPMന്റെ നേതൃത്വവും കളക്ടറും വ്യക്തമാക്കണമെന്നാണ് ഞങ്ങൾക്ക് പ്രാഥമികമായി സൂചിപ്പിക്കാനുള്ളത്. അദ്ദേഹമാണ് സ്ഥലം MLA. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഈ പറയുന്ന വിഷയം അവിടെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കളക്ടറെ ബന്ധപ്പെട്ടിട്ടുണ്ട്. കളക്ടർ തന്നെയാണ് പറഞ്ഞത്, 3 വർഷക്കാലമായി നിയമവിരുദ്ധമായി നടത്തുന്ന ഈ ക്വാറി, ആ ക്വാറിയെ പൂട്ടിക്കാനുള്ള ഉത്തരവാദിത്തം ഇവിടുത്തെ ഗവൺമെൻറ്റുണ്ട്. ആ ഗവൺമെൻറ് ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ അവിടെ 2 സമരം ചെയ്ത് സമര നാടകം നടത്തി പോകേണ്ട ഒരു സ്ഥലമല്ല തങ്കമല. അത് സ്റ്റേറ്റ് ലെവൽ എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് ഏജൻസിയുടെ പഠനമാണ്. അത് അവർ കൊടുത്തിരിക്കുന്നത് അഡീഷണൽ ഡയറക്ടർ ഓഫ് മൈനിങ് ആൻഡ് ജിയോളജി റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അല്ല, ഗവൺമെൻറ് ഏജൻസിയാണ്. സ്റ്റേറ്റിൽ അതായത് അഡീഷണൽ ഡയറക്ടർ ഓഫ് മൈനിങ് ജിയോളജി. കളക്ടർ അവസാനത്തെ ഒരു കത്തുണ്ട്. ഞാൻ 1/30/2024 കൊടുത്ത കത്തിൽ കളക്ടർ തഹസിൽദാർക്കും സെക്രട്ടറിക്കും അദ്ദേഹം ഇത് പൂഴ്ത്തിവെച്ചു 1 മാസക്കാലം. അദ്ദേഹം കളക്ടർക്കെതിരെ ഞങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയപ്പോൾ 1/9/2024 കളക്ടർ പെട്ടെന്നൊരു തട്ടിക്കൂട്ടി ഒരു കത്ത് ചെയ്തിട്ടുണ്ട്. വടകര തഹസിൽദാർ, കൊയിലാണ്ടി തഹസിൽദാർ, സെക്രട്ടറി കീഴൂർ, സെക്രട്ടറി തുറയൂർ. അദ്ദേഹം പറയുന്നത് ശ്രീ VP ദുൽകിഫിൽ എന്നിവർ 30/2024 സമർപ്പിച്ച അപേക്ഷ ഉരുൾപൊട്ടൽ സാധ്യതയും അപകട ഭീഷണിയും ഒഴിവാക്കുന്നതിന് വേണ്ടി സൂചന ശ്രദ്ധ ക്ഷണിക്കുന്ന കീഴൂർ തുറയൂർ പഞ്ചായത്തിലെ ജനങ്ങളെ ജീവന ഭീഷണിയാകും വിധം പ്രവർത്തിക്കുന്ന ഉരുൾപൊട്ടൽ സാധ്യതയുള്ള തങ്കമല ക്വാറിയിലെ 100 കണക്കിന് വീടുകൾ അപകട ഭീഷണിയിലാണ് എന്ന സൂചന പ്രകാരം അറിയിച്ചിട്ടുണ്ട്. അപകട ഭീഷണി ഒഴിവാക്കുന്നതിനായി ഈ മേഖലയിലെ അപകട ഭീഷണിയിൽ കഴിയുന്നവരെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കാനും ആവശ്യമായ നടപടി സ്വീകരിക്കണം. അതായത് ഈ 41 നിയമലംഘനം നടത്തിയ ക്വാറിയല്ല പൂട്ടേണ്ടത്, അവിടെയുള്ള ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്നാണ് കളക്ടർ
കൊടുത്തിരിക്കുന്ന കത്ത്. ഇത് രേഖാമൂലമുള്ള കത്താണ്. ഇതുമായി ബന്ധപ്പെട്ട് വേറെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്നാൽ അവിടെ അല്ല, ഇതിലൊക്കെ ഇവർ പറയുന്നത് NHന്റെ പ്രവർത്തനമാണ് ഇവർ ഒരു മറയായി വെച്ചിരിക്കുന്നത്. അതായത് NHന്റെ പ്രവർത്തനം വികസനം വേണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ 100 കണക്കിന് ജനങ്ങളെ തകർത്തുകൊണ്ടാണ് NHന്റെ പ്രവർത്തനം നടത്തേണ്ടത്. ഞങ്ങൾ NHന്റെ പ്രവർത്തനം മാത്രമല്ല ഇത് കാണുന്നത്, ഇതിൽ ഞങ്ങൾ അഴിമതിയും കാണുന്നുണ്ട്. ഇത്രയും കോടിക്കണക്കിന് ഉറുപ്പിയുടെ മെറ്റീരിയൽസ് പുറത്തു പോകുമ്പോൾ ഇവർ പുറത്ത് വിൽക്കുന്നുണ്ട് ഈ സാധനം, NHന് മാത്രമല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അതാണ് പറയുന്നത്, കളക്ടറെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നിയമവിരുദ്ധമായ ഒരു കോറി നടത്തിക്കൊണ്ടുപോകുന്നതിന് പോകുമ്പോൾ അതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാൻ അദ്ദേഹത്തിനുള്ള ബുദ്ധിമുട്ട് എന്താണ്, അദ്ദേഹവും ഈ വകാട് കമ്പനിയും തമ്മിലെ ഡീൽ എന്താണ്, അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. പണം വാങ്ങി എന്നല്ലേ, എന്തെങ്കിലും ഡീലില്ലാണ്ട് നിൽക്കില്ലല്ലോ. ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പേടിയുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ലാഭം ഉണ്ടാവും. ഒരു ലാഭമില്ലാതെ ഇത്രയും വലിയ കമ്പനിയെ സംരക്ഷിക്കേണ്ട എന്ത് ഉത്തരവാദിത്തമാണ് ഈ പറയുന്ന MLAക്കും കളക്ടർക്കും ഉള്ളത്? ഇതെന്തായാലും ഭരണമുന്നണി അറിയാതെ ഇത് നടത്തിക്കൊണ്ടുപോകില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മെഡിക്കൽ കോളേജിലെ ഒരു പിതാവ് അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് സ്വന്തം വീടിന്റെ സ്ഥലത്തുള്ള മെറ്റലുകൾ അതായത് അവിടെയുള്ള മണല് അതൊന്ന് നിരപ്പാക്കിയതിന്റെ പേരിൽ JCB പിടിച്ചു കൊണ്ടുപോവാണ്. അവിടെ ലക്ഷക്കണക്കിന് രൂപയുടെ ഫൈനിടാണ്. ആ സമയത്താണ് ഈ ജില്ലയിൽ തന്നെ ഇത്രയും വലിയ തട്ടിപ്പ് നടക്കുന്ന ഒരു കോറി അതിനെ ഐസക് എന്ന് പറയുന്ന ആളെടുത്ത് വാങ്ങിയെന്നാ പറയുന്നത്. അതിനൊരു രേഖയില്ല. ഇത് ഈ റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ട്, ഐസക്കിനടുത്ത് വാങ്ങിയതിൽ ഇതില്ല, രേഖയില്ല. അല്ല, തങ്കമല കോറിയിൽ കള്ളൻ നടത്തുന്ന റിപ്പോർട്ടാണല്ലോ ഈ തുറയൂർ പഞ്ചായത്ത് സെക്രട്ടറി ഇത് ഇത്രയും ലംഘനം നടന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. ആരെ ജിയോളജിക്കൽ വകുപ്പ് പറയുന്നത് ഇത്രയും നിയമന ലംഘനം നടത്തുന്നുണ്ട്. ആ നിയമന ലംഘനം നടന്നവട് പിന്നെ ആക്ഷൻ എടുക്കേണ്ട നിങ്ങൾ ഞങ്ങളോടാണ് ചോദിക്കണ്ടേ, നിങ്ങൾ ചോദിക്കണ വകുപ്പിനോടാണ്, ഞങ്ങളോട് ഇതൊന്നും ചോദിക്കണ്ട, ഞങ്ങൾ ഇതിന്റെ ആളല്ല. അല്ല, ഇത്രമാത്രം ഖനനം ഇത് വയലേഷൻ നടന്നപ്പോ അതിനെ പിന്നെ നിയന്ത്രിക്കാൻ അപ്പോ അത് നിയമപരമല്ല എന്ന് പറയേണ്ടത് കളക്ടറാണ് ഓർഡർ ചെയ്യേണ്ടത്. അത് കളക്ടർ ഉത്തരവാദിത്തം ഞങ്ങൾ എടുക്കല്ല. പറയുന്നില്ല, ഞങ്ങൾ പറയുന്നില്ല, എന്നാലും വയലേഷൻ റിപ്പോർട്ടാണ്, സർക്കാർ റിപ്പോർട്ടാണ്. രണ്ട് പഞ്ചായത്ത് ഭരണസമിതികൾ കൂടിയിട്ട് അവിടെ ഖനനം നടത്താൻ പാടില്ല എന്ന് കളക്ടർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും എന്ത് ചെയ്യാണ്? അപ്പൊ അതാണ് ഞങ്ങൾ പറയുന്നത്, ഇതിൽ അഴിമതി കളക്ടർ തീരുമാനം എടുക്കേണ്ട ഒരു വിഷയമാണിത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വേറൊരു വിഷയം എന്ന് പറയുന്നത്, ഇതിന്റെ ചുറ്റുപാടുള്ള ഭൂമി അവിടെ ആളുകളെ ഭീഷണിപ്പെടുത്തിയുമൊക്കെ കുറഞ്ഞ വിലയിൽ എന്ത് ചെയ്യാണ് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട മാഫിയകൾ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒരു ചെറിയ പ്രദേശത്ത് മാത്രമായിരുന്നു ഈ ഖനനവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നെങ്കിൽ ഇന്ന് അതിലൊക്കെ വ്യത്യസ്തമായി വിശാലമായ അർത്ഥത്തിൽ അവിടെ ഭൂമി എന്ത് ചെയ്യാണ് വാങ്ങിക്കൂട്ടുകയാണ്. അതുകൊണ്ട് ഈ തുറയൂർ പഞ്ചായത്തും കീഴൂർ പഞ്ചായത്തും എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ തന്നെ ഏറ്റവും 2 ചെറിയ പഞ്ചായത്തുകളാണ്. ഇപ്പോൾ നമ്മൾ ഈ വയനാട്ടിൽ നടന്ന പോലത്തെ ഒരു ദുരന്തം നടന്നാൽ ഈ 2 പഞ്ചായത്തുകൾ പോലും അവശേഷിക്കാത്ത വിധത്തിൽ വലിയ ദുരന്തത്തിലേക്ക് പോകും. അത്രയേറെ വീതിയിലാണ് അവിടെ ജനങ്ങൾ താമസിക്കുന്നത്, ജനങ്ങൾ കഴിഞ്ഞുകൂടിയിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യാണ്, അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും മാധ്യമപ്രവർത്തകരെ മുഴുവനും ഞങ്ങൾ ആ കോറി പ്രദേശത്തേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ അവിടെ വന്ന് കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ ഭയാനകരമായ അവസ്ഥ മനസ്സിലാവും. ഇതൊക്കെ കലക്ടർക്കും അതുപോലെ തന്നെ ഭരണാധികാരികൾക്കും നേരിട്ടും അല്ലാതെയും ഞങ്ങൾ പരാതിയായും കൊടുത്തപ്പോൾ ആ രീതിയിലുള്ള ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ സംവിധാന ഭാഗത്തുനിന്നോ ഉണ്ടായില്ല എന്നാണ് ഞങ്ങളുടെ പ്രധാനമായ ആരോപണം. കാരണം ഇത് ഒരു പ്രദേശത്തെ ജനങ്ങൾ എന്ന് പറയുമ്പോൾ പിന്നെ ഒരു 2 പഞ്ചായത്തിലെ ജനങ്ങൾ ഞങ്ങൾക്ക് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മീഡിയ മുന്നിലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഈ 2 പഞ്ചായത്തും ഭരിക്കുന്നത് LDF ആണ്. തുറയൂർ പഞ്ചായത്തും കീഴൂർ പഞ്ചായത്തും ഭരിക്കുന്നത് LDF ആണ്. അവിടുത്തെ MLA LDF-കാരനാണ്. അവിടുത്തെ വാർഡ് മെമ്പർമാർ LDF-കാരാണ്. അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ LDF-കാരാണ്. ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഭരിക്കുന്നത് LDF ആണ്. അതുകൊണ്ട് ഈ ഭരണ സൗകര്യങ്ങളെ എന്ത് ചെയ്യാണ് ഈ വകാട് കമ്പനി കൃത്യമായി ഉപയോഗപ്പെടുത്തുകയാണെന്നാണ് ഞങ്ങളുടെ പ്രധാനമായ ആരോപണം. ഇത് വെറും ഒരു ആരോപണമല്ല, കൃത്യമായ ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്.
മാധ്യമങ്ങളുടെ കൂടി ശ്രദ്ധ ഈ കാര്യത്തിൽ വന്ന് ഇത് അല്ല, മാത്രമല്ല മറ്റൊരു കാര്യം കൂടി അതിൽ സൂചിപ്പിക്കാനുള്ളത്, ഇവരെങ്കിലും പ്രതിഷേധിക്കാൻ ഇറങ്ങുമ്പോൾ ഈ നാട്ടുകാരായി 10-100 ആൾക്കാരുണ്ടെന്ന് പറഞ്ഞില്ലേ, കുടുംബങ്ങൾ, അവരുടെ കിണറ്റിലാകേണ്ട വളരെ മോശമായ കെമിക്കൽ കലർന്ന വെള്ളമാണ് വരുന്നത്. ഗർഭിണികൾക്കാണ്ട് കുഞ്ഞിന് പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഇവർ പ്രതിഷേധിക്കുന്ന എല്ലാവരും പ്രതിഷേധത്തിലാണ്. പ്രതിഷേധിക്കാൻ വരുമ്പോൾ അവരോട് പറയുന്നത്, നിങ്ങൾ എങ്ങാൻ പ്രതിഷേധിച്ചാൽ ഇതിൻ്റെ കേസ് പോകുന്ന ഡൽഹിയിലാണ്, കാരണം വാഗാടുമായിട്ടാണ് ഇതിൻ്റെ കേസുണ്ടാകുക. അപ്പോൾ നിങ്ങൾക്കത് താങ്ങാൻ പറ്റൂല, നിങ്ങൾ അങ്ങോട്ട് പോകേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഫ്രീസ് ചെയ്ത് നിർത്തിക്കുക ആണ്. ഇപ്പോൾ ഭീഷണിപ്പെടുത്തി നിർത്തിയ പോലെയാണ് ഇപ്പോൾ ഉള്ളത്. ഉണ്ട്, ആക്ഷൻ കമ്മിറ്റി ഉണ്ട്, പ്രതിഷേധമുണ്ട്, പഞ്ചായത്ത് ഉപരോധം നടന്നിട്ടുണ്ട്, പ്രതിഷേധ പ്രകടനം നടക്കുന്നുണ്ട്, യോഗം നടക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ കോറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ വേറെ ആരെങ്കിലും സംസാരിക്കുമ്പോൾ CPM കായികമായി നേരിടുകയാണ്. മർദ്ദിച്ചതായെന്ന് മാത്രമല്ല, അങ്ങനെ 308 കേസെടുത്ത് CPM ലോക്കൽ സെക്രട്ടറിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പോലീസ്. ഞാൻ ഉൾപ്പെടെയുള്ളവർ അവിടെ സന്ദർശിച്ചപ്പോൾ ഞങ്ങളെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെ പേരിലാണ് ഇപ്പോൾ ആരും മനസ്സിലാകുന്നില്ല. ഐസക് പറയുന്നു ഞാൻ വകാട് കമ്പനിക്ക് കൊടുത്തിട്ടുണ്ടെന്ന്. ഈ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് അതിന് കൃത്യമായ തെളിവില്ല. അതാണ് ഞങ്ങളെ ചോദ്യം. ഈ പഞ്ചായത്ത് നോക്കണ്ടല്ലേ, പഞ്ചായത്ത് അനുമതി ഇങ്ങനെ കൊല്ലം കൊടുക്കുന്നവരോ, ലൈസൻസ് ഇല്ലാതെ കൊടുക്കാൻ പാടില്ലല്ലോ. കൊടുക്കുന്ന വാഗാട്. ഈ റിപ്പോർട്ട് പ്രകാരം അങ്ങനത്തെ ഒരു സംഭവമേ കാണുന്നില്ല. പിന്നെ അത് മാത്രമല്ല, നേരത്തെ ആസീസ്ക്ക് സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഈ മാലിന്യങ്ങളും അതേപോലെ തന്നെ ഈ കെമിക്കൽസ് ഒക്കെ അത് സംസ്കരിക്കാൻ അവിടെ കൃത്യമായിട്ടുള്ള സംവിധാനം വേണമെന്ന് ഇവർ പറയുന്നുണ്ട്. അതില്ല എന്നും ഇവർ ഇതിൽ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. 2 പഞ്ചായത്തിലും കൂടി ഇത് മുഴുവൻ ഒഴിക്കും. ഞങ്ങൾ എന്തായാലും ഇതിൽ സമര പരിപാടിയായിട്ട് പോകും. 28-ാം തീയതി മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ പങ്കെടുക്കുന്ന വലിയ വിശദീകരണ യോഗത്തോടു കൂടി UDF ഈ സമരം ഏറ്റെടുക്കാം. 28-ന് വൈകുന്നേരം 5 മണിക്ക് അവിടെ. അതോടുകൂടി ശക്തമായ സമരരംഗത്തായിരിക്കും UDF. അല്ല, കോറി പ്രവർത്തനം തുടരും എന്നുള്ള കളക്ടറുടെ പ്രഖ്യാപനമാണല്ലോ ഈ ഔദ്യോഗികമായ രേഖ. കളക്ടർ പറയുന്നത് എന്താ, അവിടെയുള്ള ആളുകൾ അങ്ങ് മാറ്റി പറപ്പിക്കുക, കോറി തൊടാൻ പറ്റില്ല. എന്നിട്ട് ആ പുള്ളി പറയാ 100 കണക്കിന് കുടുംബങ്ങളെ ഇത് ബാധിക്കുന്നുണ്ട്, 100 കണക്കിന് കുടുംബങ്ങളെ മാറ്റി പറപ്പിക്കുക. തൊട്ടടുത്തുള്ള ടൗണാണ് ഇരിങ്ങത്ത്. ഇരിങ്ങത്ത് തുറയൂർ പഞ്ചായത്തിലുള്ള ഇരിങ്ങത്ത്. മാത്രമല്ല, പഞ്ചായത്തിന്റെ അധികാരികളുമായിട്ട് സംസാരിച്ചപ്പോൾ അവിടെ ശരിക്കും ലൈസൻസ് ഉള്ളത് ഒരു ക്രഷറാണല്ലോ. ഇപ്പൊ അതിൽ 1-ൽ കൂടുതൽ ക്രഷർ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അവരോട് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഇത് നിർത്തിക്കാൻ പറ്റൂല എന്ന് ചോദിച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞത്, അവരെ വലിയ 650 HP ഉള്ള സാധനം ആ സാധനം അയച്ചു കൊണ്ടുവരാൻ നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. എന്നുവെച്ചാൽ ഒരു ഇഞ്ച് ഭൂമി, ഒരു ബിൽഡിങ് ഇപ്പുറത്തായി പോയാൽ അത് പൊളിപ്പിക്കാനുള്ള ഓർഡർ ചെയ്യുന്നതാണ് പഞ്ചായത്ത്. ആ ഒരു അവസരത്തിൽ ഈ ഒരു 1-ലധികം ക്രഷറാണ് അനധികൃതമായിട്ട് ഉപയോഗിച്ചിട്ട് അത് നിർത്തിക്കാനുള്ള കഴിവ് പഞ്ചായത്ത് അധികാരികൾക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ അത് അവരുടേതല്ല, മുകളിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുപോലെ ഒരുപാട് ആളുകൾ അവിടുന്ന് വീട് ഒഴിഞ്ഞു പോയി. ചെറിയ വിലക്കൊക്കെ വീട് പിന്നെ ഇവരെന്ത് ചെയ്ത് വാങ്ങിക്കൂട്ടി ഒഴിഞ്ഞു പോയി. ഇപ്പോൾ അവിടെ ഒരു പ്രദേശത്തൊരു വളരെ പാവപ്പെട്ട പ്രയാസപ്പെട്ട ഒരു മനുഷ്യൻ ഇങ്ങനെ താമസിക്കുക, വഴി പോലും പോകാൻ പറ്റാത്ത, വീട്ടിലേക്ക് നടന്നു പോകാൻ പോലും പറ്റാത്ത രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഈ വകാട് കമ്പനി അവരുടെ ഉൽപ്പന്നങ്ങൾ അവിടെ വെച്ചിരിക്കുന്നത്. ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളാണ് ആ പ്രദേശത്തെ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏതാണ്ട് ഒരു ക്രഷർ മാത്രമാണ് നിയമപരമായിട്ട് പഞ്ചായത്തിൻ്റെ പെർമിഷനോട് കൂടി വർക്ക് ചെയ്യാൻ പാടുള്ളൂ. അധികൃതമായിട്ട് അവിടെ 3 ക്രഷർ നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിന് സൗകര്യത്തിനനുസരിച്ചുള്ള അല്ല നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രതിഷേധം. ഇപ്പം പഞ്ചായത്ത് ഉപരോധം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞതാണ്. അല്ല, അതിലെവിടെയാണ് വിഷയം എന്ന് പറയുന്നത്, കളക്ടർ ഈ പറയുന്ന CPM സമരത്തിന് കൊടുത്ത ഉറപ്പ് എന്ന് പറയുന്നത് പറഞ്ഞു കേട്ടെ നമ്മളിപ്പോ അത് CPM കോൺഗ്രസ് നോക്കണ്ടല്ല വിഷയത്തിൽ. അതിൽ പിന്നെ കൊടുത്ത ഉറപ്പ് ഈ 41 കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അവിടെ കോറി തുടങ്ങൂ എന്നുള്ളതാണ് കളക്ടർ കൊടുത്ത നിർദ്ദേശം മാത്രമല്ല അദ്ദേഹം റിലീസ് ഇറക്കിയത് അങ്ങനെയാണ്. പക്ഷെ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം പോയപ്പോഴാണ് അവിടെ ക്രഷർ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, നിങ്ങൾ അങ്ങോട്ടേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അതാണ് നേരത്തെ മുനീർക്ക് പറഞ്ഞ പോലെ, നിങ്ങൾ അവിടത്തേക്ക് ക്ഷണിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ അവിടെ തടയുമോ. അവർ വലിയ
ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കോറിക്ക് ചുറ്റും കമ്പി വേലി വെച്ച് കെട്ടണമെന്ന് പറയുന്നുണ്ട്. അത് നിയമമാണ്. പക്ഷേ കോറിക്ക് ചുറ്റും കമ്പി വേലി വെച്ചിട്ടില്ലെങ്കിലും ഈ പോകുന്ന പ്രദേശത്തേക്ക് നല്ല അടച്ചുറപ്പുള്ള കമ്പി വേലി വെച്ച് കൃത്യമായി പൂട്ടി വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞായിട്ട് ഞാൻ നിങ്ങളിലേക്കാണ് വരുന്നത്. അപ്പോൾ അത് നല്ല പൂട്ടി വെച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ ചെറിയ വാക്കേറ്റൊക്കെ നടന്നിട്ടാണ് അതിലേക്ക് കയറാൻ പറ്റിയത്. ആ സമയത്ത് അവിടെ കോറി പ്രവർത്തിക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരമാണ് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഞങ്ങൾ പറഞ്ഞ 28-ാം തീയതി ഞങ്ങളെ പ്രതിഷേധ കൺവെൻഷനും പരിപാടികളും തുടങ്ങുമെന്നാണ് പറഞ്ഞത്. ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളിത് ഇന്ന് ആലോചിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യും. അവിടുന്ന് ഒരു കോറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മെറ്റീരിയൽസും അവിടെ പുറത്തു വരാത്ത രീതിയിൽ ഞങ്ങൾ അതിനെ തടയും. അതിൽ ഒരു തർക്കവും വേണ്ട. ആ തരത്തിലേക്കൊന്നും ഞങ്ങൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. ഞങ്ങൾ ഇതൊരു രാഷ്ട്രീയ വിഷയമായിട്ടല്ല ഇതിനെ കാണുന്നത്. ഒരു നാടിൻ്റെ ഏറ്റവും വലിയ അപകടഘട്ടത്തിലേക്ക് പോകുമ്പോൾ അത് തടയാനുള്ള മാർഗം എന്ന നിലയ്ക്ക് തന്നെയാണ് ഞങ്ങൾ ഈ മീഡിയ മുന്നിലേക്ക് വന്നത്. കാരണം ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തേണ്ടതുണ്ട്. നമ്മുടെ പ്രദേശത്തിനപ്പുറത്തേക്ക് വലിയ ജനകീയ വിഷയമായി ഇത് മാറേണ്ടതുണ്ട്. അതിന് നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഞങ്ങളിതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി മാറി ഒരു CPM വിരുദ്ധ സമരം എന്നതിലപ്പുറത്തേക്ക് അല്ലെങ്കിൽ അങ്ങനെ അതല്ല ഞങ്ങളുടെ അജണ്ട. ഞങ്ങളുടെ അജണ്ട എന്ന് പറയുന്നത് ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളും ഒരു വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ ആ പ്രതിസന്ധി വെളിച്ചത്ത് കൊണ്ടുവരണം, ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിപ്പെടേണ്ടതുണ്ട്. അതിന് നിങ്ങളുടെ സഹായം കൂടി ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടതുപോലെ നിങ്ങൾ മീഡിയകളെല്ലാം അവിടെ സന്ദർശിക്കണം. അവിടെ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഏറ്റവും വലിയ ദുരിതം, ഈ ദുരിതം എത്രത്തോളം അതിൻ്റെ പ്രയാസമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പോയിന്റ് കൂടെ പറയട്ടെ. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ 100 വീടുകൾക്ക് കേടുപാട് പറ്റിയിട്ടുണ്ട്. എന്തായാലും തൊട്ടടുത്തുള്ള വീടിനെല്ലാം നല്ല കേടുപാട് പറ്റിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സർക്കാർ സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ട് അവരുടെ മെയിൻ്റനൻസിന് ഒരു സഹായം അനുവദിക്കുകയും കൂടി ചെയ്യണം. കാരണം ഈ സർക്കാർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ വാഗാടും മറ്റേ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഈ നഷ്ടം ഈ നാട്ടുകാർ സഹിക്കുകയല്ലേ. അപ്പോൾ ആ ഒരു ആവശ്യം കൂടി ഞങ്ങൾ മുന്നിൽ വെക്കുന്നുണ്ട്. അവർക്ക് വേണ്ട വിധത്തിലുള്ള വീടിൻ്റെ മെയിൻ്റനൻസിനൊക്കെ ഉള്ള സഹായം ലഭിക്കാനുള്ള ഒരു ആക്ഷനും കൂടി എടുക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.